നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. രാവിലെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ തലസ്ഥാനത്ത് വലിയ മഴയാണ്. തിരുവനന്തപുരത്ത് വലിയ മഴയാണ്. എന്നാൽ രാത്രി മുഴുവൻ ഇടറോഡുകളിലൊക്കെ വലിയ തോതിൽ വെള്ളം കയറി കഴിഞ്ഞു. ഇന്ന് ഒരു പ്രവൃത്തി ദിവസമാണ്, നമുക്കറിയാം. അപ്പോൾ രാവിലെ ഈ മഴ സഹിച്ചു വേണം സ്കൂളുകളിലേക്കും ഓഫീസുകളിലേക്കും മറ്റു പോകാൻ. അതിനുള്ള കരുതൽ എല്ലാവരും സ്വീകരിക്കുക. ഒപ്പം നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന വാർത്തകളിലൊന്ന് വീട്ടുപ്രസവവുമായി ബന്ധപ്പെട്ടാണ്. ഇതിനെതിരെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ഒരുപാട് ആളുകൾ രംഗത്ത് വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇത്തരം പ്രവണതകൾ അത് ഇല്ലാതാക്കണം, അതിനെതിരെ ബോധവൽക്കരണം വേണം എന്ന ലക്ഷ്യത്തോടെ കൂടുതൽ നടപടികളുമായി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ, ജില്ലാ ഭരണകൂടമൊക്കെ രംഗത്ത് വന്നു കഴിഞ്ഞു. അതടക്കമുള്ള വാർത്തകൾ ഉണ്ടാകും. നമുക്ക് ആദ്യം നാട്ടിൽ എന്തുണ്ട് അതിലേക്ക് പോകാം. വിഷു കളറാക്കാൻ വിവിധ വർണ്ണങ്ങളിൽ തീർത്ത കൃഷ്ണവിഗ്രഹങ്ങൾ നിരത്തുകളിൽ സജീവമായി. കൃഷ്ണവിഗ്രഹ വിൽപ്പനയ്ക്കായി കഴിഞ്ഞ 9 വർഷമായി പുനലൂരിൽ എത്തുന്ന സംഘം ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല. 5 വർഷമായി രാജസ്ഥാൻ സ്വദേശിയായ മഞ്ജുദാറും സംഘവും പുനലൂർ ശ്രീകൃഷ്ണൻ സ്വാമി ക്ഷേത്രത്തിന് മുൻവശത്ത് കൃഷ്ണവിഗ്രഹ വിൽപ്പനയ്ക്കായി എത്തുന്നുണ്ട്. ഈ വർഷവും മുടക്കം വന്നില്ല. വിഷു പ്രമാണിച്ച് ആഴ്ചകൾക്ക് മുൻപേ ഇവരെത്തി. കൊട്ടാരക്കര പ്ലാമൂടി ജംഗ്ഷനിലാണ് ഇവർ സംഘമായി തങ്ങുന്നത്. ഇവിടെ നിന്നും വിഗ്രഹങ്ങൾ നിർമ്മിച്ച് കൊല്ലം ജില്ലയുടെ വിവിധയിടങ്ങളിൽ എത്തിക്കും. സംഘങ്ങളായി വിൽപ്പനയ്ക്കായി തിരിയും. അങ്ങനെ സ്ഥിരമായി പുനലൂരിൽ എത്തുന്നവരാണിവർ. എല്ലാ വർഷവും ഇവരെ തേടി നിരവധി പേരാണ് എത്തുന്നത്. വളരെ പ്രതീക്ഷയോടെയാണ് ഇക്കുറിയും വരവ്. കേരളയിൽ വന്നിട്ട് ഒരു ഫുള്ള് 9 വർഷമായി. 4 വർഷം തിരുവനന്തപുരത്തിലായി, 5 വർഷം ഈ സൈഡിലായി. 5 വർഷം ആ സൈഡിലായി, 4 വർഷം തിരുവനന്തപുരം ജില്ല, 5 വർഷം കൊല്ലം ജില്ല. എല്ലാ വർഷം പുനലൂർ എടുക്കും. പ്ലാസ്റ്റർ ഓഫ് പാരീസിലും സിമെന്റിലും തീർത്ത വിഗ്രഹങ്ങളാണ് കൂടുതലും. 1 അടി മുതൽ 5 അടി വരെ ഉയരമുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണുള്ളത്. ഇതിനു പുറമെ മറ്റ് വിഗ്രഹങ്ങളും ഇവിടെ വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. 100 മുതൽ 500 രൂപ വരെയാണ് വില. ഓരോ വിഗ്രഹത്തിനും വലുപ്പത്തിന്റെയും ചമയങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് വില നിശ്ചയിച്ചിട്ടുള്ളത്. ന്യൂസ് 18 പുനലൂർ. കുടുംബശ്രീയുടെ മേളകൾ നമ്മുടെ പലപ്പോഴും ശ്രദ്ധേയമാണ്. നമ്മുടെ പല ജില്ലകളിലും ഇത്തരം മേളകൾ സംഘടിപ്പിക്കാറുണ്ട്. നാടൻ വിഭവങ്ങൾ കൊണ്ടും തനതായ ശൈലിയൊക്കെ കൊണ്ട് ഒരു വ്യത്യസ്തത പുലർത്തിയ ഒരു വിഭാഗം കൂടിയാണ് കുടുംബശ്രീ, നമുക്കറിയാം. ഇത്തരത്തിൽ നാടൻ വിഭവങ്ങൾ ഒരുക്കി ശ്രദ്ധേയമായി മലപ്പുറം വളാഞ്ചേരിയിലെ കുടുംബശ്രീയുടെ വിഷു വിപണന മേളയും ഉണ്ട്. നഗരസഭയിലെ വിവിധ വാർഡുകളിൽ നിന്നായി 20ഓളം സംരംഭകരാണ് മേളയിൽ പങ്കെടുക്കുന്നത്. കൂടാതെ നഗരസഭയുടെ വിഷു കൈനീട്ടമായി 1000 രൂപ ഹരിതകർമ്മ സേനയ്ക്ക് ബോണസും നൽകി. വിഷു ആഘോഷങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് വളാഞ്ചേരി നഗരസഭ. നാടൻ വിഭവങ്ങൾ ഒരുക്കി കുടുംബശ്രീ CDSന് കീഴിൽ ആരംഭിച്ച വിഷു വിപണന മേള ശ്രദ്ധേയമാവുകയാണ്. നാടൻ പച്ചക്കറികൾ, ചെടികൾ, വിവിധയിനം പലഹാരങ്ങൾ, അട, ഇളനീർ, ക്യാരറ്റ് തുടങ്ങിയവ കൊണ്ടുള്ള പായസങ്ങൾ, വിവിധതരം അച്ചാറുകൾ, മസാലപ്പൊടികൾ, വിഷുക്കണിക്കാവശ്യമായ വിഭവങ്ങൾ എന്നിവ മേളയിൽ ലഭ്യമാവും. കുടുംബശ്രീ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വിഷു ഫെസ്റ്റാണ്. നമുക്കറിയാലോ, വിഷു കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ഉത്സവമാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് പൗരാണിക കാലം മുതൽ കേരളത്തിൽ മലയാളികൾ, ലോകത്തുള്ള മലയാളികളൊക്കെ കണിക്കുന്നയും കണിവെള്ളരിയും ഒക്കെ വെച്ച് ഒരു വർഷത്തെ വരവേൽക്കുന്ന ഒരു ദേശീയ ഉത്സവത്തിൻ്റെ ഭാഗമായി ആ ഉത്സവത്തോടനുബന്ധിച്ച സാധനങ്ങൾ മാത്രം വിൽക്കുന്ന കുടുംബശ്രീയുടെ ഒരു ഷോളിൻ്റെ ഉദ്ഘാടനമാണ് നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ അഷ്റഫ് അമ്പലത്തിൽ നിർവഹിച്ചത്. നഗരസഭ ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച മേള നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. വിതരണവും ചെയർമാൻ നിർവഹിച്ചു. 45 ഹരിതകർമ്മ സേനാംഗങ്ങൾക്കാണ് ബോണസ് വിതരണം ചെയ്തത്. ഹരിതകർമ്മ സേന യൂസർ ഫ്രീ ആയി കളക്ട് ചെയ്ത തുകയിൽ നിന്നും മാസ ശമ്പളം നൽകി മിച്ചം വന്നതിൽ നിന്നുമാണ് ബോണസ് നൽകിയത്. ന്യൂസ് 18 തിരൂർ. വിഷുവിന്റെ ആഘോഷങ്ങൾ പല ജില്ലകളിൽ പല തലങ്ങളിലാണ്. അങ്ങ് വടക്കോട്ട് മലബാർ മേഖലയിലൊക്കെ പടക്കം പൊട്ടിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ആഘോഷവും വിഷുവുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മൾ ഈ തെക്കോട്ടൊക്കെ അത്ര സജീവമല്ല. പടക്കം പൊട്ടിച്ച് വിഷു ആഘോഷിക്കുക എന്നുള്ളത് അത്ര സജീവമല്ല. മധ്യകേരളത്തിലും അത്ര കണ്ടിട്ടില്ല. ചില മേഖലകളിലാണ് അതുണ്ടാവുക. മലബാറിൽ പടക്ക വിപണി സജീവമായ പശ്ചാത്തലം കൂടിയുണ്ട്. ആകാശത്ത് നിറങ്ങളുടെ വയലൻസ് വാരി വിതറുന്ന മാർക്കോ പടക്കങ്ങളാണ് ഇത്തവണ വിപണിയിലെ താരം. നോൺ സ്റ്റോപ്പ് വയലൻസ്. ഉണ്ണിമുകുന്ദന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ മാർക്കോയുടെ ടാഗ് ലൈൻ ഇതാണ്. കത്തിച്ചു വിട്ടാൽ ചുവപ്പു നിറത്തിൽ 30 ഷോട്ടുകളോടെ നോൺ സ്റ്റോപ്പ് കാഴ്ചയൊരുക്കുന്നതാണ് പടക്ക വിപണിയിലെ മാർക്കോ 30. 400
190 രൂപ വിലയുള്ള മാർക്കോയാണ് ഇത്തവണ വിഷുപ്പടക്ക വിപണിയിലെ താരം. ശബ്ദം കുറച്ച് വർണ്ണത്തിലും വെളിച്ചത്തിലുമാണ് കൂടുതൽ ഊന്നൽ. ഇത്തവണ മാർക്കോ 30 എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. ഈ മാർക്കോ ഫിലിമിനെ ബേസ് ചെയ്തിട്ട് നോട്ട് സോ വയലന്റ് ഷോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റമാണ്. അത് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാൻസി ഫയർ വർക്ക്സ് ആണ്. 30 പ്രാവശ്യം ഓട്ടോമാറ്റിക്കായിട്ട് മേലെ പോയി പൊട്ടി വിരിയുന്ന, വീടുകളിലൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന, വളരെ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. കത്തിച്ചു കഴിഞ്ഞാൽ മരം പോലും വർണ്ണം തീർക്കുന്ന ലെമൺ ട്രീ, രാജാവിന്റെ വാൾ രൂപത്തിലുള്ള മേശപ്പൂത്തിരി എന്നിവയ്ക്കും ആവശ്യക്കാരുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളെ അപേക്ഷിച്ച് ആവശ്യക്കാരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. ഇത്തവണ നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ പുതിയ ഐറ്റംസ് ഒക്കെ ഇറക്കിയത് അത് ഇപ്പോൾ വിഷുവിന്റെ ഒരാഴ്ച മുന്നേ തന്നെ, അതുപോലെ തന്നെ നമ്മളെ ചെറിയ പെരുന്നാള് ആ ഒരു സമയം തൊട്ട് തന്നെ നമുക്ക് കച്ചവടം നല്ല രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പോകുന്നുണ്ട്. സ്ഥിരം കടകൾക്കൊപ്പം വിഷുവിപണി ലക്ഷ്യം വച്ചുള്ള താൽക്കാലിക കച്ചവടക്കാരും നഗരപ്രദേശങ്ങളിലും നാട്ടിൻപുറങ്ങളിലും സജീവമാണ്. യാതൊരു ലൈസൻസുകളും ഇല്ലാതെയുള്ള ഓൺലൈൻ കച്ചവടക്കാരും കളത്തിലുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കോതമംഗലത്ത് സംഘടിപ്പിച്ച കേരളോത്സവത്തിൽ 546 പോയിന്റ് നേടി തൃശൂർ ജില്ലാ ചാമ്പ്യന്മാരായി. നിലവിലെ 2ാം സ്ഥാനക്കാരായ തൃശൂർ കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ തിരുവനന്തപുരത്തെയും ഇതര ജില്ലകളെയും ബഹുദൂരം പിന്നിലാക്കിയാണ് ഓവറോൾ കിരീടം ചൂടിയത്. കലാവിഭാഗത്തിൽ 374 പോയിന്റും കായിക വിഭാഗത്തിൽ 172 പോയിന്റുമാണ് തൃശൂർ ജില്ല നേടിയത്. 431 പോയിന്റ് നേടി കണ്ണൂർ 2ാം സ്ഥാനത്തും 416 പോയിന്റോടെ കോഴിക്കോട് ജില്ല 3ാം സ്ഥാനത്തുമാണ്. കാസർഗോഡ് ജില്ലയിലെ നെഹ്റു ബാലവേദി സർഗവേദി സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ക്ലബിനുള്ള 1.5 ലക്ഷം രൂപ സ്വന്തമാക്കി. 2ാം സ്ഥാനം നേടിയ ക്ലബ്ബ് യുവ ചങ്ങനാശ്ശേരി കോട്ടയം 75,000 രൂപയും തൃശൂർ ജില്ലയിലെ സ്കോർ സിറ്റി FC 3ാം സ്ഥാനവും നേടി. ഈ വർഷത്തെ കേരളോത്സവത്തിലെ കലാതിലകപട്ടം നന്ദന KV, അഭിലക്ഷ്മിയ, പാർവതി S ഉദയൻ എന്നിവർ പങ്കിട്ടു. കലാപ്രതിഭാപട്ടം P ആനന്ദ് ഭൈരവ് ശർമ്മ സ്വന്തമാക്കി. ജേതാക്കൾക്ക് നിയമസഭാ സ്പീക്കർ AN ഷംസീർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആന്റണി ജോൺ MLA അധ്യക്ഷനായ ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് MP, യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷ്, എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് 18 കോതമംഗലം. പാലക്കാട് വിളയൂർ കളരി ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവം വർണ്ണപ്പൊലിമയിൽ ഗജവീരന്മാരുടെ എഴുന്നള്ളിപ്പോടെ കൊടിയിറങ്ങി. പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ 100-ൽ പരം കലാകാരന്മാർ പങ്കെടുത്ത പാണ്ഡിമേളവും ഉത്സവപ്രേമികൾക്ക് കാഴ്ചവിരുന്നൊരുക്കി. ക്ഷേത്രം തന്ത്രി രാമൻ ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകളോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് ആനയുടെ അകമ്പടിയോടെ കിഴക്കേടമായ വേട്ടയ്ക്കൊരുമകൻ കാവിലേക്കും അവിടെ നിന്ന് മോതിരപ്പറ്റ കടവിലേക്കും ആറാട്ടിനെഴുന്നള്ളിച്ചു. തൂതപ്പുഴയിൽ ആറാട്ടും നടന്നു. പാരമ്പര്യ വേലകളുടെയും വിവിധ ആഘോഷ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഇണക്കാളകൾ, നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾ, മറ്റ് നാടൻ കലാരൂപങ്ങൾ എന്നിവയോട് കൂടിയ വരവേൽപ്പ് വർണ്ണാഭമായി. ഒരാഴ്ചക്കാലമായി നടത്തിവരുന്ന ഉത്സവാഘോഷങ്ങൾക്ക് ഇതോടെ കൊടിയിറങ്ങി. ന്യൂസ് 18 പട്ടാമ്പി. കൊല്ലം കൊട്ടാരക്കര പുലമൺ ഭരണിക്കാവ് ശിവപാർവതി ക്ഷേത്രത്തിലെ മീനപ്പുര മഹോത്സവം ഭക്തിനിർഭരമായി. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കെട്ടുകാഴ്ച ശ്രദ്ധേയമായി. ഭാരതക്കളിയോടെ തുടക്കം കുറിച്ച ഉത്സവം 10ാം ദിവസം എത്തിയപ്പോൾ വിപുലമായ ആഘോഷമായി മാറി. ഭക്തർ വഴിപാടായി അർപ്പിച്ച പുലമൺ പൂരം ഉത്സവാഘോഷത്തിന് മിഴിവേകി. മൈലം മാർത്തോമ പള്ളി വികാരി റവറൻ ജോസ് എബ്രഹാമാണ് പുലമൺ പൂരത്തിന് ഭദ്രദീപം തെളിച്ചത്. തുടർന്ന് പഞ്ചവാദ്യ മേളങ്ങളുടെ അകമ്പടിയോടെ
കെട്ടുകാളകളും വണ്ടിക്കുതിരകളും നിശ്ചല ദൃശ്യങ്ങളും അണിനിരന്നു. മുട്ടമ്പലം ജംഗ്ഷനിൽ നിന്നായിരുന്നു ഘോഷയാത്ര. മേളപ്രമാണി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും 50ഓളം കലാകാരന്മാരും അവതരിപ്പിച്ച ഇരുകോൽ പഞ്ചാരിയോടെ ഉത്സവം സമാപിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. ഊരാളുങ്കൽ സൊസൈറ്റി നമ്മുടെ കൺസ്ട്രക്ഷൻ രംഗത്തേറെ ശ്രദ്ധേയമായ ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ്. ഇവർക്ക് കൃഷിയും വഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഊരാളുങ്കൽ അഗ്രിഗേറ്റ്സിന്റെ കീഴിലുള്ള കാസർകോട്ടെ കയ്യാറിലെ നെൽപ്പാടമാണ് കൊയ്ത്തിന് പാകമായത്. നിർമ്മാണ മേഖലയിൽ മാത്രമല്ല കൃഷിയിലും നൂറുമേനി കൊയ്യുകയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. സൊസൈറ്റിക്ക് കീഴിലുള്ള കയ്യാർ അഗ്രിഗേറ്റ്സ് ആണ് കാർഷിക രംഗത്ത് വൈവിധ്യങ്ങളുടെ കയ്യൊപ്പ് ചാർത്തുന്നത്. കയ്യാർ പറമ്പളയിലുള്ള ഒരേക്കറിലെ നെൽകൃഷി വിളവെടുപ്പിന് പാകമായി. കൂടാതെ വിവിധ പച്ചക്കറികളും സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടെ. നിർമ്മാണ ആവശ്യങ്ങൾക്കായി പാറയും കരിങ്കല്ലുകളും പൊട്ടിച്ചെടുത്ത വലിയ കുഴികൾ മണ്ണിട്ട് നികത്തി ഒന്നാന്തരം കൃഷിഭൂമിയാക്കി മാറ്റിയതാണ്. നെൽകൃഷിക്ക് ഒട്ടും അനുയോജ്യമല്ലാത്ത ഭൂഭാഗമാണെങ്കിലും ഒരു പരീക്ഷണം എന്ന നിലയിലാണ് ഒരേക്കർ ഭൂമിയിൽ 4 മാസം മുൻപ് ഞാറ് നട്ടത്. നല്ല പരിചരണം ലഭിച്ചതോടെ ഞാറുകൾ കരുത്തോടെ വളർന്നു. പതിരുകളില്ലാത്ത വിളഞ്ഞ നെൽപ്പാടത്ത് ഇപ്പോൾ കൊയ്ത്തും തുടങ്ങി. ഒരു കെഷർ യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ പല പച്ചക്കറിയും ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ മണ്ണിനവും ആടുന്നുണ്ട്. കൂടെ ഞങ്ങൾക്കുള്ളതെന്ന് വെച്ചാൽ മണ്ണിട്ട് നികത്തിയ സ്ഥലമാണ്. അല്ലാതെ ഈ നെൽകൃഷിക്ക് അനുയോജ്യമായ ഭൂമിയല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഈ ശ്രേയസ് ഇനത്തിൽപ്പെട്ട ഈ പച്ചക്കറി ഈ നെൽകൃഷി ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. CPC RIയിൽ നിന്ന് എത്തിച്ച ശ്രേയസ് നെൽവിത്താണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അടിയിൽ പാറയായതിനാൽ ആവശ്യത്തിന് വെള്ളം കെട്ടി നിൽക്കുന്നത് നെൽകൃഷിക്ക് ഗുണകരമായി. പൈവളികെ കൃഷി ഓഫീസർ VA ജെറിൻ കൃഷിക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. ഇടുക്കി ഹൈറേഞ്ചിലേക്ക് പോയാൽ അവിടെ വളരെ പ്രധാനപ്പെട്ട കൃഷിയാണ് ഇഞ്ചി കൃഷി. എന്നാൽ അടുത്തിടെയായി കർഷകർ ഇഞ്ചി കൃഷിയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. വിലക്കുറവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് കാരണമായി പറയുന്നത്. ഹൈറേഞ്ചിൽ ഇഞ്ചി കൃഷി നാമമാത്രമാകുകയാണ്. കുടിയേറ്റ ഗ്രാമങ്ങളിലെ നിരവധി കർഷകരാണ് ഇഞ്ചി കൃഷിയിലൂടെ ഉപജീവനം കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇവരെല്ലാം ഇപ്പോൾ കൃഷിയിൽ നിന്ന് പിന്തിരിയുകയാണ്. വില കിട്ടാത്തതും കാലാവസ്ഥയിലെ മാറ്റവും കൃഷിയെ സാരമായി ബാധിച്ചു. മുടക്കുമുതൽ പോലും ലഭിക്കാത്ത അവസ്ഥയെന്ന് കർഷകർ പറയുന്നു. മുൻ വർഷങ്ങളിൽ ഇഞ്ചിക്ക് 1 കിലോയ്ക്ക് 100 രൂപ വരെ വില ലഭിച്ചിരുന്നു. ഇപ്പോൾ കിലോ 30 രൂപ വരെയാണ് വില. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഇഞ്ചി ഇറക്കുമതി ചെയ്യുന്നത് മൂലം കേരളത്തിലെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയാനിടയായി. നഷ്ടക്കണക്ക് മാത്രം ബാക്കി വെച്ച് ഇഞ്ചി കൃഷി ഹൈറേഞ്ചിൽ നിന്ന് പടിയിറങ്ങുന്ന സ്ഥിതിയാണ്. ന്യൂസ് 18 ഇടുക്കി. വരയാടുകളുടെയും നീലക്കുറിഞ്ഞികളുടെയും ആവാസ കേന്ദ്രമായ ഇരവികുളം ദേശീയ ഉദ്യാനത്തിന് 50 വയസ്സ്. 1975 മാർച്ച് 31-നാണ് ആനമുടിയും ചുറ്റുമുള്ള പ്രദേശങ്ങളും വന്യജീവി സങ്കേതമായി സർക്കാർ പ്രഖ്യാപിച്ചത്. 1978-ൽ ഇരവികുളം സംസ്ഥാനത്തെ ആദ്യ ദേശീയ ഉദ്യാനമായി. 97 ചതുരശ്ര കിലോമീറ്ററാണ് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ വിസ്തീർണം. പ്രദേശം പണ്ടുകാലത്ത് തേയില വ്യവസായത്തിനെത്തിയ ഇംഗ്ലീഷുകാരുടെ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു. 1895-ൽ ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി. 1971-ൽ സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത പ്രദേശത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്ത് 1975-ൽ വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിക്കുകയായിരുന്നു. വംശനാശ ഭീഷണി നേരിടുന്നതും ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിൽ 1-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതുമായ വരയാട്, സിംഹവാലൻ കുരങ്ങ്, മാൻ, കാട്ടുപോത്ത്, കടുവ, പുലി എന്നിവയും 15-ലധികം തരത്തിലുള്ള നീലക്കുറിഞ്ഞികളും മറ്റ് അപൂർവ സസ്യജാലകങ്ങളും നിറഞ്ഞതാണ് ഇരവികുളം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളത്താണ്. പുൽമേട്, കുറ്റിച്ചെടി, ചോലവനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലകങ്ങൾ ഇരവികുളത്തിന്റെ പ്രത്യേകതയാണ്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂസ് 18 ഇടുക്കി. ശക്തമായ നീരൊഴുക്ക് അനുഭവപ്പെടുന്ന കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ കനാലുകളുടെ പാലത്തിന്റെ കൈവരികൾ തകർന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിൽ കൈവരിയില്ലാത്ത പാലങ്ങൾ അപകട ഭീഷണി ഉയർത്തുകയാണ്. തകർന്ന പാലങ്ങളുടെ കൈവരികൾ പുനർനിർമ്മിക്കുന്നതിനുള്ള അടിയന്തര സംരക്ഷണം ഏർപ്പെടുത്തുന്നതിനോ അധികൃതർ തയ്യാറാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. വേനൽ കടുക്കുമ്പോൾ അനുഭവപ്പെടുന്ന രൂക്ഷമായ ജലക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായാണ്
കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ ഇരുകരകളിലൂടെയും കനാലുകൾ സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. തെന്മല ഡാമിൽ നിന്നും അധികമായി ഒഴുകിയെത്തുന്ന ജലം ഒറ്റക്കോൽ തടയണയിൽ സംരക്ഷിച്ച് അവിടെ നിന്നുമാണ് ഇടത് വലത് കരക്കനാലുകൾ ആരംഭിക്കുന്നത്. തെന്മല, പിറവന്തൂർ, പത്തനാപുരം, കോന്നി, കരവാളൂർ, വെട്ടിക്കവല തുടങ്ങിയ പഞ്ചായത്തുകളിലൂടെയാണ് ഇരു കനാലുകളും കടന്നുപോകുന്നത്. കനാലുകൾ കടന്നുപോകുന്നയിടത്തെല്ലാം സമാന്തരമായി പാതയും കനാലിനു കുറുകെ പാലങ്ങളുമുണ്ട്. ജനവാസ കേന്ദ്രത്തിലൂടെയാണ് കനാലുകൾ മിക്കതും കടന്നുപോകുന്നത്. എന്നാൽ കനാലുകൾക്ക് മുകളിലൂടെയുള്ള പാലങ്ങളുടെ കൈവരികൾ മിക്കതും തകർന്നതോടെ അപകട ഭീഷണി ഉയർന്നിരിക്കുകയാണ്. ഒട്ടനവധി പാലങ്ങൾ നമ്മുടെ പുനലൂരിലുണ്ട്. എന്നാൽ ഈ പാലങ്ങളുടെ എല്ലാം നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരു പാലത്തിന് പോലും നിലവിൽ കൈവരികൾ ഇല്ലാത്ത അവസ്ഥയാണ്. ഇത് വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുന്നതിന് തുല്യമാണ്. അപകടങ്ങൾ ഉണ്ടായതിനു ശേഷം അതിന് പ്രതിവിധി കാണുന്നതിന് പകരമായി അടിയന്തരമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിനൊരു താൽക്കാലിക സംവിധാനമെങ്കിലും അടിയന്തരമായി ഏർപ്പെടുത്തി പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള അടിയന്തര നടപടികൾ അതാത് തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ കൈക്കൊള്ളണമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാറുള്ളത്. പദ്ധതി കമ്മീഷൻ ചെയ്തതിനാൽ ഇപ്പോൾ കനാലുകളിൽ നവീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല. വെള്ളം തുറന്നുവിടുന്നതിന് മുൻപ് കനാൽ ശുചീകരിക്കുന്ന നടപടികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തുകൾ ചെയ്തിരുന്നെങ്കിലും ഇക്കുറി അതുമുണ്ടായില്ല. അപകട ഭീഷണി ഉയർത്തുന്ന കനാൽ പാലങ്ങൾ ജലമൊഴുക്ക് നിർത്തുന്നത് വരെയെങ്കിലും താൽക്കാലിക സംരക്ഷണ വേലി നിർമ്മിച്ച് സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 പുനലൂർ. ഇടുക്കിയെ തമിഴ്നാടുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരംമെട്ട് തേവാരം പാത പുനർനിർമ്മിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു. റോഡ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇരു സംസ്ഥാനങ്ങളിലും അതിർത്തി മേഖലയിൽ താമസിക്കുന്നവർ ചേർന്ന് ജനകീയ സമിതിക്കും രൂപം നൽകി. ഇടുക്കിയിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ തമിഴ്നാട്ടിലേക്കുള്ള ചുരം പാതയാണ് തേവാരംമെട്ട് തേവാരം പാത. ഹൈറേഞ്ചിൽ ഏലം വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ആരംഭിച്ച കാലം മുതൽ സജീവമായിരുന്ന പാത പിന്നീട് തമിഴ്നാട് വനംവകുപ്പ് അടയ്ക്കുകയായിരുന്നു. തുടർന്ന് 1981 റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിരുന്നു. പിന്നീട് പലതവണ റോഡ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും നടന്നില്ല. പലതവണ സാധ്യതാ പഠനം നടത്തുന്നതിനായി പണം അനുവദിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വനംവകുപ്പ് റോഡ് തുറക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും യാഥാർത്ഥ്യമായില്ല. വനമേഖലയിലെ 3.5 കിലോമീറ്റർ റോഡാണ് ഇനി നിർമ്മിക്കാനുള്ളത്. റോഡിന്റെ പുനർനിർമ്മാണം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയതോടെയാണ് ഇരു സംസ്ഥാനങ്ങളിലെയും പ്രദേശവാസികൾ ജനകീയ സമിതികൾ രൂപീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. 2.5 കിലോമീറ്ററിൽ നമുക്ക് ഇവിടുത്തെ നിവാസികൾക്ക് പെട്ടെന്ന് ഇടുക്കി തേനി മെഡിക്കൽ കോളേജിലേക്ക് പോകാനും ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട്. 28 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്കൊരു ആവശ്യമായിട്ട് പോകാനും ഇവിടെ അന്യ സ്ഥലങ്ങളിലേക്ക് പോകാനും അങ്ങനെ സുപ്രധാനമായ ഒരു വഴിയാണിത്. നമുക്കിത് തുറന്നു തരണമെന്നാണ് ഈ കൂടിയേക്കുന്ന 1-2 അല്ല 1000-10,000 ആൾക്കാരുടെ ഒരു പ്രതീക്ഷയാണ് ഈ റോഡ്. റോഡ് യാഥാർത്ഥ്യമായാൽ തേനി മെഡിക്കൽ കോളേജിലേക്കും ബോഡി റെയിൽവേ സ്റ്റേഷനിലേക്കും ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് വേഗത്തിലെത്താനാകും. തമിഴ്നാട്ടിൽ നിന്നും ദിവസേന എത്തുന്ന തോട്ടം തൊഴിലാളികൾക്കും ചരക്ക് നീക്കത്തിനും ഗുണകരമാകും. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി വാഴവരയിൽ പുതുതായി നിർമ്മിച്ച അങ്കനവാടി കെട്ടിടം തുറക്കാൻ നടപടിയില്ല. ലക്ഷങ്ങൾ മുടക്കി മാസങ്ങൾക്ക് മുൻപാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. വാകപ്പടിയിൽ 4 വർഷം മുൻപാണ് പുതിയ അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത്. എല്ലാ പണികളും പൂർത്തിയാക്കിയെങ്കിലും കെട്ടിടം അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അടുത്തിടെയായി ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറി. ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഇതുണ്ട്, ഈ ലോക്കൊക്കെ തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയിട്ട് ഇതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയേക്കാണ്. കൂടാതെ ഇവിടെ എല്ലാം കൊണ്ട് മാലിന്യം ഇട്ടേക്കുന്നു, സമീപത്ത് കൊണ്ട് വേസ്റ്റുകൾ കത്തിച്ചേക്കുന്നു, അവിടുത്തെ പൈപ്പുകളെല്ലാം അടിച്ചു പൊട്ടിച്ചിട്ടേക്കുന്ന ഒരവസ്ഥയാണ്. ഇതും ഇവിടുത്തെ സമീപവാസികൾക്ക് ഭീഷണി ആയിക്കൊണ്ട ഒരു അവസ്ഥയാണ്. വൈകുന്നേരം മദ്യപിക്കുക, ബഹളം ഉണ്ടാക്കുക, ഒരു അവസ്ഥയിലോട്ട് മാറിയിരിക്കുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ലക്ഷങ്ങൾ മുടക്കി ഇങ്ങനെ ഒരു കെട്ടിടം ഉണ്ടാക്കി മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് വെറുതെ കളയുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ എല്ലാ ഉപകരണങ്ങളും സ്ഥാപിച്ച കെട്ടിടത്തിൽ ഇപ്പോൾ പലതും കാണാനില്ല. ക്ലോസറ്റ്, വാഷ് ബേസിനും അടക്കം നഷ്ടമായിട്ടുണ്ട്. നാട്ടുകാർ നിരവധി തവണ അധികൃതരെ അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പരിസരം കാട് കയറിയിട്ടുണ്ട്. പുതിയ അധ്യയന വർഷമെങ്കിലും കെട്ടിടം തുറന്നാൽ നിരവധി കുട്ടികൾക്ക് പ്രയോജനമാകും. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി കട്ടപ്പനയിൽ റൂറൽ സൊസൈറ്റിക്ക് മുൻപിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി നീതിക്കായി മനുഷ്യാവകാശ കമ്മീഷന് മുൻപിൽ ഹാജരായി. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ച് സാബുവിന്റെ കുടുംബം മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ 20-നാണ്
നിക്ഷേപ തുക തിരികെ കിട്ടാത്തതിനെ തുടർന്ന് കട്ടപ്പനയിലെ വ്യാപാരിയായിരുന്ന സാബു തോമസ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്തത്. ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ടപ്പോൾ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും അപമാനിച്ചതായി സാബു ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവരെ ജോലിയിൽ തിരിച്ചെടുത്തു. ആരോപണ വിധേയനായ CPM നേതാവിനെ ഒഴിവാക്കി പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ചാണ് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. കുറ്റപത്രം സമർപ്പിച്ചെന്നാണ് പോലീസ് പറഞ്ഞത്. അറിഞ്ഞത്. നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനോട് പറഞ്ഞേക്കുന്നത് അതായത് നമുക്ക് മുഖ്യമന്ത്രിക്ക് അയച്ച പരാതി സഹകരണ മന്ത്രാലയത്തിലേക്ക് വന്നായിരുന്നു പൈനാവിൽ. അപ്പോൾ അതിലേക്ക് വന്നേക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ 2021 തൊട്ട് 14.5 ലക്ഷം രൂപയെ ഡെപ്പോസിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശുദ്ധ നുണയാണ്. കേസുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവുകൾ മേരിക്കുട്ടി മനുഷ്യാവകാശ കമ്മീഷന് മുൻപിൽ ഹാജരാക്കി. നീതി ലഭിക്കും വരെ കേസുമായി മുന്നോട്ടു പോകുമെന്ന് സാബുവിന്റെ കുടുംബം വ്യക്തമാക്കി. ന്യൂസ് 18 ഇടുക്കി. മാലിന്യ പ്ലാന്റുകൾക്ക് എതിരായവരുമായി സർക്കാർ നടത്തുന്ന സമവായ ചർച്ചകൾ ഫലം കാണുന്നു. മന്ത്രി MB രാജേഷ് സമരസമിതി പ്രവർത്തകരുമായി നടത്തിയ ചർച്ചയിലാണ് സർക്കാരിന്റെ പ്രതീക്ഷ. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്കെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എതിർപ്പുയർത്തുന്നവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ചർച്ച. വൃത്തി കോൺക്ലേവിനോടനുബന്ധിച്ചായിരുന്നു മന്ത്രി MB രാജേഷ് വിളിച്ചു ചേർത്ത മുഖാമുഖം. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്കെതിരെ സമരം ചെയ്യുന്ന 13 പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രദേശവാസികളെയാണ് മുഖാമുഖത്തിന് ക്ഷണിച്ചത്. മുട്ടത്തറ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉൾപ്പെടെ നേരിട്ട് സന്ദർശിച്ച ശേഷമായിരുന്നു ചർച്ച. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്കെതിരെ പൊതുവായി ഉയർന്നുവരുന്ന വിമർശനം സമീപത്തെ ജലസ്രോതസ്സുകൾ മലിനപ്പെടുത്തുമെന്നതായിരുന്നു. എന്നാൽ ഈ തെറ്റിദ്ധാരണകൾ മന്ത്രിയും വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ മുഖാമുഖത്തിൽ നീക്കി. റെൻഡറിംഗ് പ്ലാന്റുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് സ്ഥാപിക്കുന്ന മാലിന്യ സംസ്കരണ പദ്ധതികൾ എല്ലാം മികച്ച നിലവാരം പുലർത്തുന്നതായിരിക്കുമെന്ന് ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ പേരിൽ മാലിന്യ സംസ്കരണ പദ്ധതികളെ എതിർക്കരുതെന്നും മന്ത്രി. അപ്പോൾ അവർ കൊണ്ടുവന്നാൽ ഞങ്ങൾ എതിർക്കും, ഞങ്ങൾ കൊണ്ടുവന്നാൽ അവരെതിർക്കും എന്ന സ്ഥിതി ഈ കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. കുറേ മാറ്റമൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്, കുറച്ചുകൂടി മാറ്റം ഉണ്ടാവണം. അപ്പം അതിൽ നിങ്ങളുടെ കൂടെ സർക്കാരുണ്ടാവും, അതിലേത് പാർട്ടി ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല പഞ്ചായത്തിൽ, ഏത് പാർട്ടിയാണെങ്കിലും സർക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നമുക്ക് ഒരുമിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയണം. ചർച്ചയിൽ മുൻ ചീഫ് സെക്രട്ടറി വി വേണു മോഡറേറ്ററായി. 50 വർഷത്തോളം മുടങ്ങിക്കിടന്ന മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി നടപ്പിലാക്കാനായതിന്റെ അനുഭവങ്ങൾ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മുഖാമുഖത്തിൽ പങ്കുവച്ചു. ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തുറന്ന സമീപനം സ്വീകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് വിവിധ മേഖലകളിൽ നിന്നെത്തിയവർ പ്രതികരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിന്റെ കടലോരങ്ങളെ പ്ലാസ്റ്റിക് മുക്തമാക്കാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ആലപ്പുഴ ജില്ലയിലെ 2ാം ഘട്ടം വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. പദ്ധതിയുടെ ഭാഗമായുള്ള ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൽ നിരവധി പേർ പങ്കാളികളായി. മത്സ്യസമ്പത്തിന് ഭീഷണിയായി മാറിയ പ്ലാസ്റ്റിക് കേരളത്തിന്റെ കടലോരങ്ങളിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതി ആവിഷ്കരിച്ചത്. ആലപ്പുഴ ജില്ലയിലെ 82 കിലോമീറ്റർ തീരത്ത് 71 ആക്ഷൻ കേന്ദ്രങ്ങളിലായാണ് രാവിലെ 7 മുതൽ 11 വരെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ തീരദേശ മണ്ഡലങ്ങളിലെ MLA-മാർ, ജനപ്രതിനിധികൾ എന്നിവർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തോട്ടപ്പള്ളി ഹാർബറിൽ നടന്ന ജില്ലാതല പരിപാടി ഹാർബറിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് H സലാം MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിലെ 8 പോയിന്റുകളിലായി സംഘടിപ്പിച്ച പരിപാടിയിൽ 10 കിലോമീറ്റർ കടൽ തീരമാണ് ശുചീകരിച്ചത്. പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R ഉണ്ണി, ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ K ഹുസൈർ തുടങ്ങിയവർ പങ്കെടുത്തു. ശേഖരിച്ച മാലിന്യങ്ങൾ തദ്ദേശ വകുപ്പ്, ശുചിത്വ മിഷൻ, ക്ലീൻ കേരള കമ്പനി എന്നിവയ്ക്ക് കൈമാറി. ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്തിലെ പുന്നാകരിക്കകം ഏലയിൽ മാലിന്യം നിക്ഷേപിക്കാനെത്തിയവരെ നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചു. സ്ത്രീകളടക്കമുള്ള സംഘമാണ് ഓട്ടോറിക്ഷയിൽ മാലിന്യങ്ങൾ ഉപേക്ഷിക്കാൻ എത്തിയത്. കിള്ളി സ്വദേശികൾ എന്ന് പറയുന്ന സ്ത്രീകൾ ഉൾപ്പെട്ട സംഘമാണ് ഓട്ടോയിൽ മാലിന്യവുമായി പൂവച്ചൽ പഞ്ചായത്തിലെ പുന്നാകരിക്കകം ഏലയിൽ എത്തിയത്. ഓട്ടോറിക്ഷയുടെ യാത്രയിൽ ഉടനീളം കവറുകൾ വലിച്ചെറിയുന്നത് കണ്ട കർഷകൻ പരിശോധിച്ചപ്പോഴാണ് മാലിന്യമെന്ന് കണ്ടെത്തിയത്.
തുടർന്ന് നാട്ടുകാർ ഇവരെ തടഞ്ഞു വെക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പഞ്ചായത്ത് അധികൃതർ നടത്തിയ പരിശോധനയിൽ മാലിന്യാവശിഷ്ടങ്ങളാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് കാട്ടാക്കട പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. പോലീസ് എത്തി വാഹനവും യാത്രക്കാരെയും കസ്റ്റഡിയിലെടുത്തു. ഇവർ സ്ഥിരമായി ഇവിടെയെത്തി മാലിന്യം നിക്ഷേപിക്കാറുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പുഞ്ഞാംകരിക്കകം ഏലായിൽ മാലിന്യ നിക്ഷേപം പതിവാണ്. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടാൻ പഞ്ചായത്തിന്റെ സഹായത്തിൽ CCTV ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 തിരുവനന്തപുരം. രാവിലെയിൽ ഒരു ഇടവേളയാണ്. വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ, ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങൾ, തലക്കെട്ടുകളുമായി തിരിച്ചെത്താം.